السلام عليكم ورحمة الله تعالى وبركاته. കുത്തുബി 72 കുത്തുബി 72 ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറിദല്ലാഹ്. قال وحينئذ إما أن يكون معناه واحدا أو كثيرا فإن كان الأول فإن تشخص ذلك المعنى يسمى علما. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അതായത് ഒരു ലഫ്ള്, ആ ലഫ്ള് സ്വന്തം ഖബർ അറിയിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അദാത്ത് എന്നും, പറ്റിയാൽ അത് തന്നെ മൂന്നായ കാലങ്ങളിൽപ്പെട്ട ഒരു കാലത്തിനോട് അന്വരിക്കുകയാണെങ്കിൽ കെലിമത്ത് എന്നും, അറിയിക്കുന്നില്ലെങ്കിൽ ഇസ്മു എന്നും നമ്മൾ പറഞ്ഞു പോന്നു. അതിനെപ്പറ്റിയാണ് ഇനി ചർച്ച നടക്കാൻ പോകുന്നത്. അപ്പം വൈൻഖാന വഹീനയിലിൻ, ഈ സന്ദർഭത്തിൽ ഇമ്മ അയ്യക്കൂന മാനാഹു, ഒരു ഇസ്മ്, ആ ഇസ്മിന്റെ അർത്ഥം ആവാം വാഹിദൻ, അർത്ഥം ഒന്നാവാം, ഔ കസീറൻ, അല്ലെങ്കിൽ അധികരിച്ചതാവാം. ഒരു മാന അല്ലെങ്കിൽ അധികരിച്ച മാന. ഫൈൻഖാനൽ അവ്വലോ, ഇനി ഒരു മാനയാണെങ്കിൽ, മാന ഒന്നാണെങ്കിൽ, അപ്പൊ അവിടെ നോക്കണം. ഫൈൻ തശഖ്വസ ദാലിക്കൽ മാന, ആ മാന തശഖുസായാൽ, ആ മാന തശഖുസായ ഒരു ഫർദിന് മാത്രം പറയാൻ പറ്റുക, മറ്റൊന്നിനും പറയാൻ പറ്റാതെ വരിക, ഒന്നിന് മാത്രം അത് മുൻളബിത്തായിട്ട് വരിക, മുതളമ്മിനായിട്ട് വരിക, അങ്ങനെ വന്നാൽ യുസമ്മ അലമൻ, ആ ഇസ്മിനെ സംബന്ധിച്ച് അലമ് എന്നെയും പറയപ്പെടും. വയില്ല, ഇനി ഈ പറയപ്പെട്ടതായ മാന, ഒരു മാന എന്തായില്ല, തശഖുസായില്ല, എന്നാൽ മുത്തവാത്തിയൻ, അപ്പൊ എനിക്ക് മുത്തവാത്തി എന്ന് പേര് പറയപ്പെട്ടു. എപ്പോഴാണ് ഇതിന് മുത്തവാത്തി എന്ന് പറയുന്നത്? ഇനിസ്തവത് അഫ്റാദുഹു ദിഹ്നിയ്യത്തു വൽ ഖാരിജിയ്യത്തു ഫീഹി, ഇനിസ്തവത്ത് അഫ്റാദു, അതിന്റെ ഫർദുകൾ സമമായാൽ, അത് ദിഹ്നിയ്യത്ത്, ദിഹ്നിയായ ഫർദുകൾ, ഖാരിജിയ്യത്തു, ഖാരിജിയായ ഫർദുകളും സമമായി. എവിടെ? ഫീഹി, ആ ഒരു മാനയിൽ. അപ്പൊ ആ മാനയിൽ ദീനിയായ ഫർദുകളെയും ഖാരിജിയായ ഫർദുകളും സെയ്മ, ഏത് രൂപത്തിലുള്ള ഫർദുകളായാലും. ഉദാഹരണം പരക്കൽ ഇൻസാനി, ഇൻസാന് പോലെ. ഈ ഇൻസാന് എന്നുള്ളത് മാന ഒന്നുള്ളൂ, ഒന്നിച്ചാൽ അയവാനാത്തിക്കാണ് അതിന്റെ മാന. പക്ഷെ അയവാനാത്തിക്കാണെങ്കിലും അത് മുത്തശഖിസല്ല. കാരണം ഇൻസാനി എന്ന് പറഞ്ഞ ഒരാളെ പറ്റി മാത്രമല്ല ഇൻസാൻ എന്ന് പറയുന്നത്. ആ ഇൻസാനിന് ഖാരിജിയായ ഫർദുകളുണ്ട്, ദീനിയായ ഫർദുകളുണ്ട്, ഒക്കെ സൈമ. ഖാരിജിയുള്ള ഇൻസാനായാലും ദീനിയുള്ള ഇൻസാനായാലും ഒക്കെ സൈമ. വശംസി, ഷംസ് പോലെ. അതേപോലെ മുഷക്കിക്ക്, ആ ഇസ്മിനെ സംബന്ധിച്ച് മുഷക്കിക്ക് എന്നെന്ത് ചെയ്യും പറയപ്പെടും. എപ്പോഴാണ് ഈ മുഷക്കിക്ക് എന്ന് പറയുന്നത്? ഇൻകാന ഹുസൂലുഹു ഫിൽ ബഅലി ഔല, ഇൻകാന ഹുസൂലുഹു, ആ മാന കരസ്ഥമാവല് ആണെങ്കിൽ, ഫിൽ ബഅലി, ചില ഫർദുകളിൽ, ഔല വ അഖ്ദമ, ഔലയും അഖ്ദമുമായി, വ അഷദ്ദ, അഷദ്ദുമായി, മിനൽ ആഖരി, മറ്റേ ഫർദിനേക്കാൾ. ഇപ്പൊ രണ്ട് ഫർദുണ്ട്, അതിൽ ഒരു ഫർദിന് ഈ മാന കൂടുതൽ പറയാൻ പറ്റും, മറ്റേ ഫർദിന് കൂടുതൽ പറയാൻ പറ്റൂല.
എക്സാമ്പിൾ ഏതുപോലെ? കൽ ഉജൂദി, ഉജൂദ് എന്നുള്ള ലഫ്ള് പോലെ. ബിൻ നിസ്ബത്തി ഇലൽ വാജിബി, വാജിബ് താഴേക്ക് ചേർക്കുമ്പോഴുള്ള ഉജൂദ് പോലെ. വൽ മുംകിനി, മുംകിനിലേക്കും. കാരണം ഉജൂദ് എന്നുള്ളത് ഒരു മാനയാണ്, മനസ്സിലായ? അതിനൊക്കെ രണ്ട് ഫർദുണ്ട്, വാജിബ് താഴെ ഉണ്ട്, മുംകിനും ഉണ്ട്. എന്നാൽ ഈ ഉജൂദ് എന്നുള്ളത് കൂടുതൽ അല്ലെന്നല്ല, അക്ദം അത് ഏതാണ്? വാജിബ് താഴെയാണ്. കാരണം ലോകത്ത് ആദ്യം ഉജൂദ് ഉണ്ടാകുന്നത് വാജിബ് താഴെയാണ്. തന്റെ എല്ലാ ഹക്കീക്കിയായ ഉജൂദും വാജിബ് താഴെക്കാണ്. മുംകിനുള്ള ഉജൂദ് അത് പിന്നീട് ഉണ്ടായതാണ്. അത് തന്നെ ഏതുവാണ്? വില്ലിയായ ഉജൂദാണ്. അല്ലാഹു തആലയുടെ ഉജൂദിൽ നിന്നുണ്ടാകുന്ന വില്ലിയായ ഉജൂദാണ്. അല്ലാഹു തആലയുടെ ഉജൂദ് ഹക്കീക്കിയായ ഉജൂദ്, അതാണ് മുംകിന്. അവ മുംകിനിലേക്ക് ചേർക്കൽ കൊണ്ട്. ഇനി വൈകാന സാനി, ഇനി രണ്ടാമത്തേതാണെങ്കിൽ, രണ്ടാമത്തേത് എന്ന മാന അധികരിച്ച ഒരു ഇസ്മാണ്. ആ ഇസ്മിനക്ക് ഒരുപാട് മാന ഉണ്ട്, ഒന്നൊന്നല്ല, കൂടുതൽ മാന ആ ഇസ്മിനുണ്ട്. അങ്ങനെ വന്നാല്, കൂടുതൽ മാന ഒരു ഇസ്മിനക്ക് ഉണ്ടായാല് അപ്പൊ എനിക്ക് പോവൽ മുഷ്തറക്കും, മുഷ്തറക്കായ ഇസ്മ എന്നെന്ത് ചെയ്യും? പേര് പറയും. ഉദാഹരണം പറക്കൽ ഐനി, ഐന് എന്നുള്ളതായ ലഫ്ള് പോലെ, ഐന് എന്നുള്ളതായ ലഫ്ള് പോലെ, മനസ്സിലായില്ലേ? അപ്പൊ ഐന് എന്നുള്ളത് പലതിനൊക്കെ പറയാം. ഉദാഹരണം കണ്ണിനെ, പിന്നെ കാണുന്ന കണ്ണിനെ സംബന്ധിച്ച് ഐന് എന്ന് പറയാം. ലാഹിബിനെ പറ്റി പിന്നെ ഐന് എന്ന് പറയാം. അതുപോലെ പല വസ്തുക്കളെ സംബന്ധിച്ച് ഐന് എന്ന് പറയാം. ലഫ്ള്, ആ ലഫ്ള് എല്ലായിടത്തും പറയാൻ പറ്റും, എല്ലാറ്റിനും പറയാൻ പറ്റും. അതാണ്. ഇനി വൈദ്യക്കും കഥാലിക്കാം. ഇനി അങ്ങനെ സമാസമമായ രൂപത്തിൽ പറയാൻ പറ്റൂല. പിന്നെയോ ബൽ, എങ്കിലും പുതിയ ഈ മാനാനെ വക്കപ്പെട്ടിരിക്കുന്നു ഈ അഹദിഹിമ, അതായത് ആ രണ്ട് മാനകളിൽ, ആ രണ്ട് ഫർദുകളിൽപ്പെട്ട ഒരു ഫർദിനിക്ക് അവലൻ ആദ്യം വക്കപ്പെട്ടു. എന്നിട്ട് സുമ്മ നുക്കില, ആ ഒന്നാമത്തെ ഫർദിൽ നിന്ന് അതിനെ നഖൽ ചെയ്യപ്പെട്ടു ഇല സാനി, രണ്ടാമത്തെ മാനയിലേക്ക്. അപ്പൊ ഒരു ലഫ് ഉണ്ട്, ആ ലഫിന് ആദ്യൊരു മാനുണ്ട്, ആ മാനയിൽ നിന്ന് രണ്ടാമത്തെ വേറൊരു മാനുണ്ട്, ആ മാനയിലേക്ക് അതിനെന്ത് ചെയ്തു? നഖല് ചെയ്തു. അപ്പൊ നോക്കാം, ഇവ ഈനയിലും ഈ സന്ദർഭത്തിൽ ഇൻ തുരിക്ക മൗദൂഹുൽ അവ്വലു, അതിന്റെ ഒന്നാമത്തെ മൗദൂ, അതിന്റെ ഒന്നാമത്തെ മാന ഉണ്ടല്ലോ, ആ ഒന്നാമത്തെ മാനയിലുള്ള ഇസ്തിഅമാൽ, തുരിക്ക എന്ന് പറഞ്ഞാൽ ഇൻ തുരിക്ക ഇസ്തിഅമാലു മൗദൂഇഹിൽ അവ്വലി എന്നുള്ള മാനാക്ക്. അതിന്റെ ഒന്നാമത്തെ മൗദൂഇന്റെ ഇസ്തിഅമാലിനെ തെർക്ക് ചെയ്യപ്പെട്ടു. ഒന്നാമത്തെ മൗദൂഇയായ മാനന് എന്ത് ചെയ്യില്ല? ഇത്തിബാർ ചെയ്യുന്നില്ല. എന്നാൽ യുസമ്മ ലഫ്ളൻ മങ്കൂല, എന്നാൽ അതിനൊക്കെ എന്ത് ചെയ്യും? മങ്കൂലായ ലഫ്ള് എന്ന് പറയും. മനസ്സിലായ? ഏത് മങ്കൂല്? ഉർഫിയായ മങ്കൂല്. അതെപ്പോഴാണ് ഉർഫിയായ മങ്കൂല് എന്ന് പറയുന്നത്? ഇൻകാന നാക്കിൽ ഉവൽ ഉറുഫു, അഥവാ നാക്കിൽ ഉറുഫുൽ ആമയാണെങ്കിൽ. ഉദാഹരണം പറക്ക ദാബത്ത് പോലെ. ദാബത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ യഥാർത്ഥ മാനം എന്താണ്? കവായിമുൽ അർബഅ് എന്നാണ്, നാക്കാലി മൃഗങ്ങൾ. അപ്പൊ കവായിമുൽ അർബഅ് എന്നാണ് യഥാർത്ഥത്തില് ദാബത്ത് എന്ന് പറഞ്ഞാല്, അല്ലേ? അപ്പൊ ഈ ദാബത്ത് എന്ന് പറഞ്ഞാൽ മാ യദിബു അലല്ലാഹി, സോറി, മാ യദിബു അലല്ലാഹി, അതിന് ഈ ദാബത്ത് എന്ന് പറയാം. മാ യദിബു അലല്ലാഹി, അതപ്പോ ദാബത്ത്. എന്നിട്ട് അതിനെപ്പം മാന പറഞ്ഞത് ഏതിനെ സംബന്ധിച്ചാണ്? കവായിമുൽ അർബഈനെ സംബന്ധിച്ച്. അപ്പൊ എന്തേത്? അപ്പൊ ആദ്യം മാന ഉണ്ടായിരുന്നു, ആ മാനയിലുള്ള ഇസ്തിഅമാൽ തെർക്ക് ചെയ്തിട്ട് ഇപ്പം ദാബത്തിന്റെ ഇസ്തിഅമാൽ ഈ പരപ്പെട്ട മാനയിലാണ്. ഇനി അതേപോലെ ശരഈയ, മങ്കൂല് ശരഈയാവാം. മങ്കൂല് ശരഈയാവിന് എപ്പോഴാണ്? ഇൻകാന നാക്കിലു ഉവ ശറ, അത് ശറ ആണെങ്കിൽ. ഉദാഹരണം പറയാം, സ്വലാത്ത് പോലെ, സൗമ പോലെ. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ വബിയ മാന പ്രകാരം റഹ്മത്ത് കൊണ്ട് ദ്വാരക്കുക എന്നാണ്. ഇപ്പൊ അതിനെന്ത് ചെയ്ത്? മറ്റൊരു മാനയിലേക്ക് അതിനെ നഖൽ ചെയ്തു. അതാണ് അഖ്വാലും അഫ്ആലും മഖ്സൂസത്തും മുഖ്തതമത്തും ബിത്തക്ബീരി മുഖ്തതമത്തും ബിത്തസ്ലീമി. ഇതാണല്ലോ സ്വലാത്ത്. അതേപോലെ നോമ്പും അങ്ങനെ തന്നെ. നോമ്പ് തന്നെ യഥാർത്ഥത്തിൽ ഇംസാക്ക് എന്നാണ്
ഇവിടെ വേറെ മാനാക്കാന്ന് പറഞ്ഞത്, അതായത് സൂര്യോദയം മുതൽ സൂര്യാസ്തമാനം വരെ ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കി ധ്യാന നിരതരായി ജീവിക്കാം. അതേപോലെ വസ്തുലായിയൻ ഇസ്തിലായിയായ മങ്കൂലി എന്ന് പറയും. അതെപ്പോഴാണ് ഇസ്തിലായിയായ മങ്കൂലി എന്ന് പറയാം? ഇങ്കാന നാക്കിൽ ഉവൽ ഉർഫുൽ ഹാസ, നക്കൽ ചെയ്തതായ നാക്കിൽ അത് ഉർഫ് ഹാസയാണെങ്കിൽ. ഉദാഹരണം പറയാക്ക ഇസ്തിലായി നുഹാജ്, നെഹ്വീകളുടെ ഇസ്തിലാഹ് പോലെ. വന്നുള്ളാരി നാവികളായ ഹിക്മത്തിന്റെ പണ്ഡിതന്മാരൊക്കെ ആയിക്കോളും. ഇനി എന്ത് ചെയ്ത് വൈലം യുസറക്ക്, ഇനി ഇസ്തേമാലി എന്ത് ചെയ്തില്ല, തെർക്ക് ചെയ്തില്ല. വൈലം യുസറക്ക് വൈലം യുസറക്ക് ഇനി എന്ത് ചെയ്തില്ല, തെർക്ക് ചെയ്യപ്പെട്ടില്ല. മൗദൂഹുൽ അവ്വൽ, അതിന് ഒന്നാമത്തെ മാനാൻ എന്ത് ചെയ്തില്ല, തെർക്ക് ചെയ്തില്ല. യുസമ്മ, അപ്പൊ പേര് പറയപ്പെടും. ഏത് മിൻ നിസ്ബത്തി, ചേർത്തി നോക്കൽ കൊണ്ടിട്ട്. എങ്ങോട്ട് ചേർത്തി നോക്കുക? ഇതിൽ മങ്കൂലി അന്നു, ഏത് മാനയെ തൊട്ടാണോ നെക്ക് ചെയ്യപ്പെട്ടതെങ്കിൽ ആ മങ്കൂലി അന്നുവായ മാനയിലേക്ക് ചേർക്കുമ്പോ ഹക്കീക്കത്ത് എന്ന് പറയും. വബിൻ നിസ്ബത്തിലെ മങ്കൂലിലേഹി, മങ്കൂലിലേഹിയായ മാനയിലേക്ക് ചേർത്തി നോക്കുമ്പോ അതിന് മജാസ് എന്ന് പറയും. ഉദാഹരണം പറയാം, കൽ അസദി, അസദ് എന്നുള്ള ലഫ്ദ് പോലെ. അസദ് എന്നുള്ളതിന്റെ ബിൻ നിസ്ബത്തിലെ അയവാനിൽ മുഫ്തരിസ്, അസദിന്റെ യഥാർത്ഥ മാന എന്താണ്? അയവാൻ മുഫ്തരിസാണ്. പിന്നെ റജുൽ സുജാ എന്നുള്ളത് മജാസിയായ മാനാണ്. അപ്പം അയവാൻ മുഫ്തരിസിനും അതിന്റെ പെരുമാറാ, റജുൽ സുജായിലും എന്ത് ചെയ്യുക, പെരുമാറാ. എങ്കിലാ പോലും ഞാൻ പറയുന്നു, ഹാദാ ഈ പറഞ്ഞ മത്തിന് കാല വൈനൈദി മിമ്മായക്കൂന മാനാവ് വാഹിദൻ ഔ കഥീറെന്ന് പറഞ്ഞു. ആ പറഞ്ഞ പിന്നെ ഈ ഭാഗത്ത് ഇഷാറത്തുൻ, അത് സൂചിപ്പിക്കാനുള്ളതാണ്. എങ്ങോട്ട് സൂചിപ്പിക്കാനുള്ളതാണ്? ഇലാ കിസ്മത്തിൽ ഇസ്മി, ഇസ്മിനെ അംശയിക്കുന്നതിലേക്ക്. ഇസ്മിനെ എങ്ങനെ അംശയിക്കുക? ബിൽ ഖിയാസി, ഖിയാസാക്കിയിട്ട്. എങ്ങോട്ട് ഖിയാസാക്കുക? ഇലാ മായനാഹു, അതിന്റെ മായനയിലേക്ക് എന്ത് ചെയ്യുക? ഖിയാസാക്കുക. മായനയിലേക്ക് നോക്കിയിട്ട് എന്ത് ചെയ്യുക? ഇസ്മിനെ അംശയിക്കുക. എന്നിട്ട് വിശദീകരിക്കാണ്. ഫൽ ഇസ്മു, അതടിസ്ഥാനത്തിൽ ഒരു ഇസ്മ ഇമ്മായക്കൂന മായനാഹു, ഒരു പക്ഷെ അതിന്റെ മായന വാഹിദൻ, ഒന്നാവാം. ഔ കഥീറ, അല്ലെങ്കിൽ ഒന്നിനേക്കാളും അധികരിച്ചതാവാം. ഇനി വൈങ്കാനല്ല അവലും, അല്ല ഇനി മായന ഒന്നാണെങ്കിലോ? അയിങ്കാന മായനാഹു വാഹിദ, മായന ഒന്നായി. എങ്കിൽ വൈമായ ദശഹുസ് ദാരിക്കൽ മായന, ആ മായന ഒരു പക്ഷെ അത് ദശഹുസാവും. ദശഹുസാവുക എന്ന് പറഞ്ഞാല് അതിലം യസുലഹ്, അത് പറ്റൂല. ജയക്കൂന മക്കൂലനല്ല ഗസീരീന, പലതിന്റെ മേലിൽ പറയപ്പെടാൻ പറ്റൂല. പലതുകളുടെ മേലില് പറയപ്പെടാൻ എന്ത് ചെയ്യൂല, പറ്റൂല. ഔലം ദശഹസ്, അല്ലെങ്കിൽ ആ മാനക്ക് ദശഹുസ് ഉണ്ടാവൂല. ദശഹുസ് ഉണ്ടാവില്ല എന്ന യസുലു, അത് പറ്റും. ജയുക്കാലല ഗസീരീന, അധികരിച്ച ഫർദുകളുടെ മേൽ എന്ത് ചെയ്യാൻ പറ്റും? പറയാന് പറ്റും. ഏതുപോലെയൊക്കെ സെയ്തും സെയ്ത് പോലെ, സെയ്ത് പോലെ. സെയ്ത് എന്ന് പറഞ്ഞാല് നമ്മൾ ആദ്യം പറഞ്ഞിരിക്കാ പറഞ്ഞത്. ഞാൻ യുസല കസീദിന്റെ മേ വരാൻ പറ്റൂലല്ലോ. സെയ്ത് മുഷഖസാണ്. സെയ്ത് മുഷഖസാണല്ല. പിന്നെ അത് പലതിന്റെ മേ വരാൻ പറ്റില്ല. ഒരു ഫർദിന്റെ മേൽ മാത്രമേ വരാൻ പറ്റുള്ളൂ. ഫുലാനിന്റെയും ഫുലാനത്തിന്റെയും ഇബിനിന്റെ മേൽ മാത്രമേ സെയ്തെന്ന് അറിയാൻ പറ്റുള്ളൂ. യുസമ്മ അലമം ഫി ഉറുഫിൻ നുഹാജി, നഹ്വികളെ ഉറുഫ് പ്രകാരം അതിന് അലമെന്ന് പറയാം. കാരണം എന്താ അലമെന്ന് പറയാൻ കാരണം എന്ത്? വിയന്നു അലാമത്തും ദാലത്തും അലാ ഷഖ്സിൻ മുഅയ്യനി, ഒരു മുഅയ്യനായ ഷഖ്സിന്റെ മേൽ അറിയിക്കുന്ന ഒരു അടയാളമാണ് സത്യത്തിൽ എന്ത്? ഈ പറഞ്ഞതായ സെയ്ദ് എന്ന് പറഞ്ഞതായ അലമ്. അതേപോലെ ജുസ്അൻ ഹഖീഖിയൻ, ഹഖീഖിയായ ജുസ് എന്ന് എന്ത് ചെയ്യാ? പേര് പറയപ്പെടും. ഹഖീഖിയായ ജുസ് എന്നും ഇതിനെ സംബന്ധിച്ച് പറയാം. ഈ സെയ്ദിനെ സംബന്ധിച്ച് ഈ ഉറുഫിൽ മന്തിഖീന, മന്തിഖീങ്ങളെ ഉറുഫ് പ്രകാരം ഹഖീഖിയായ ജുസീന്ന് എന്ത് ചെയ്യാ? പറയാൻ പറ്റും.
ജുസ്അൻ ഹഖീഖിയ, ഹഖീഖിയായ ജുസ്ഇ എന്ന് എന്ത് ചെയ്യും പറയപ്പെടും. ഈ ഉർഫ് മന്തിഖീന, മന്തിഖീങ്ങൾ ഉർഫ് പ്രകാരം. ഇനി വൈദ്യം തശഖുസ്, ഇനി ആ മാന എന്ത് ചെയ്തില്ല, തശഖുസ് ആയില്ല. ഇനി വൈദ്യം തശഖുസ്, ആ മാന തശഖുസ് ആയില്ല. അതോടുകൂടി വസലുഹ, അത് പറയാൻ പറ്റും. യുക്കാല, അതിനെ പറയാൻ പറ്റും. അലാ കതീരീന, പലതുകളുടെ മേൽ എന്ത് ചെയ്യും പറയാൻ പറ്റും. ഒന്നൊന്നല്ല, പലതിന്റെ മേൽ എന്ത് ചെയ്യാൻ പറ്റും പറയാൻ പറ്റും. അപ്പോൾ ബഹുവൽ കുല്ലിയും, അപ്പൊ അതിനെ സംബന്ധിച്ച് കുല്ലിയു എന്ന് പേര് പറയും. ഷാരി വേറെ തരീക്കിലൂടെയാണ് ചർച്ച. വൽ കതീറൂന, എന്നാൽ അധികരിച്ച പണ്ഡിതന്മാർ അവൽ കതീറൂന, ഈ കതീർ എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ ഉദ്ദേശം? അഫ്രാദു, അതിന്റെ ഫർദുകളാണ്. നമ്മളെന്നില്ലേ യുക്കാല കതീരീന ബഹുവൽ കുല്ലിയും, കതീരീന, കതീറിനെ ഫർദുകളെ പറ്റിയിട്ടാ പറയുന്നത് എന്നൊരു വരെയാണ്. പലായഹുലു, ആ കതീറാകുന്ന അപ്പൊ അധികരിച്ച ഫർദുകൾ എന്ന് പറഞ്ഞില്ലേ, ആ ഫർദുകൾ ഇമ്മായക്കൂല ഹുസൂല്, ഒരു പക്ഷെ ഈ മാന കരസ്ഥമാവലാവും. എവിടെ കരസ്ഥമാവും? ഈ അഫ്രാദിഹി ദിഹിനിയ, ആ അധികരിച്ച ഫർദുകളുടെ ദിഹിനി, ആ മാനയുടെ ദിഹിനിയായ ഫർദുകളിൽ. അതുപോലെ പോലെ ഖാരിജിയായ ഫർദിന്റെ മേലും പറയാൻ പറ്റുക. എങ്ങനെ പറയാൻ പറ്റാതെ സവിയത്ത്, സമായിട്ട് പറയാൻ പറ്റും. ഔല, എനിക്ക് സമായിട്ട് പറയാൻ പറ്റൂല. ഇനി പൈന്തസാവത്തിൽ അഫ്രാദു ദിഹിനിയത്തു അല്ല ഖാരിജിയത്തു, ദിഹിനിയും ഖാരിജിയുമായ ഫർദുകൾ സമമായി എന്ന് വെക്കുക. എവിടെ? ഫീ ഹുസൂലിഹി, ആ മാന കരസ്ഥമാകുന്നതിലും, വസുദുഖിഹി, ആ മാന പറയാൻ പറ്റുന്നതിലും, അലിയായി പറയപ്പെട്ട പിന്നെ അഫ്രാദുകളുടെ മേലിൽ. അപ്പൊ സമാസമായിട്ട് എല്ലാറ്റിന്റെയും പറയാൻ പറ്റും. അപ്പൊ അതിനെ പറ്റി യുസമ്മ മുത്തവാത്തിയൻ, എനിക്ക് മുത്തവാത്തി എന്ന് പറയും. എന്താ കുട്ടിയെ മുത്തവാത്തിന്ന് പേര് വെക്കാനുള്ള കാരണം? ലിഅന്ന അഫ്റാദഹു, തീർച്ചയായിട്ടും അതിന്റെ ഫർദുകൾ മുത്തവാഫിഖത്തുൻ ഫീ മഅനാഹു, അതിന്റെ മഅനയില് അത് യോജിച്ചതാണ്. മഅനയിലത് മുത്തവാഫിക്കാണ്, മഅനയിലത് യോജിക്കുന്നുണ്ട്. മഅനയും ഇതും തമ്മിൽ യോജിപ്പ് വരുന്നുണ്ട്. ഏതാണ് മഅന? പിന്നെ തവാത്തു ആണ്. മനസ്സിലായില്ലേ? അതായത് മുത്തവാത്തി എന്നുള്ളത് തവാത്തു എന്ന് പറഞ്ഞ മാതയിൽ നിന്ന് പിടിക്കപ്പെട്ടതാണ് എന്ന്. തവാത്തു എന്ന് പറഞ്ഞാൽ എന്താ? ആ തവാഫുക്ക് യോജിക്കലാണ്. ഇൻസാന് പോലെ, ഷംസ് പോലെ. കാരണം എന്താ? ഫൈനൽ ഇൻസാന, തീർച്ചയായിട്ടും ഇൻസാന് ലഹു, ആ ഇൻസാനിനെ കൊണ്ട് അഫ്രാദും ഫിൽ ഖാരിജിന് ഫർദുകൾ ഉണ്ടാവുമല്ലോ. അതോടുകൂടെ പിന്നെ വസുദുഖുഹു, അത് പറയാൻ പറ്റലാകുന്നത് അലിഹ, ഈ ഫർദുകളുടെ മേലൊക്കെ പറയാൻ പറ്റല് സവിയത്തെ സമായിട്ടാണ്. അപ്പൊ ലോകത്തുള്ള ഇൻസാന്റെ ഫർദുകളായി അറിയപ്പെടുന്ന എല്ലാ ഫർദിന്റെ മേലും എന്തെന്ന് അറിയാം? ഇൻസാൻ എന്ന് പറയാൻ പറ്റും. വ്യത്യാസം ഇല്ലാതെ പറയാൻ പറ്റും. അതുപോലെ ഷംസ് ഈ ഷംസിന് കൊണ്ട് അഫ്രാദും ചില ഫർദുകളുണ്ട്. ഈ ദിഹിനിൽ നമ്മളെ ഫർദിയായ സാങ്കല്പികമായ ഫർദുകൾ ഇതുണ്ട്. നവസദുക്കുക, ഈ പറയപ്പെട്ട ഷംസിനെ പറയാൻ പറ്റില്ല. അലിയ, ഈ പറയപ്പെട്ട എല്ലാ ഫർദുകളുടെ മേലും ദിഹിനിയായ ഫർദ്, എല്ലാ ദിഹിനിയായ ഫർദിന്റെ മേലും പറയാൻ പറ്റല് അതിലും വീണ്ടും അതും ഏതാണ്? ബി സവിയത്ത്. എങ്ങനെയാണ്? സമാസമാന്ന് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഇനി വേറെ മനസ്സിലാവും. ഇനി വൈലം യഥസാവ, ഇത് സമമായില്ല, ഫർദുകൾ സമമായില്ല. പിന്നെ ബൽക്കാന ഹുസൂലുഹു, ആ കുല്ലിയായ മാന കരസ്ഥമാവലായി ഫീ ബഅദിഹി, ചില ഫർദുകളിലേക്ക് നോക്കിയിട്ട് ഔല, അത് ഏറ്റവും യോജിച്ചതാവും.
വാക്തമ അത് ഏറ്റവും മുന്തിയതാവും. വാശബ്ദ ബിദ്ദാത്ത് അത് ഏറ്റവും സിദ്ധത്തായതാവും. ഏതിനേക്കാളും മിനൽ ബഅദിൽ ആഖിരി ആഖറായ ബഅദിനേക്കാളും. അപ്പൊ അതിനെ സംബന്ധിച്ച് പേര് പറയും മുശക്കിക്ക് എന്ന് പറയും. ഇനി വേറെ മസല, ഈ വസ്തസ്കീഖു ഈ മുശക്കക്ക് എന്ന് പറഞ്ഞല്ലോ അത് തെസ്കീക്കിൽ നിന്ന് പിടിക്കപ്പെട്ടതാണ്. അപ്പൊ ആ തെസ്കീക്ക് എന്ന് പറഞ്ഞത് അലാ സലാസത്തി ഔജുഹി, അത് 3 രൂപ ഉണ്ട് കുട്ടി. ഒന്നാമത്തേത് ഏതാണ്? ആ തസ്കീഖു ബിൽ ഔലവിയ്യത്ത്, അത് ഔലവിയ്യത്ത് കൊണ്ടുള്ളതായ തസ്കീഖ്. എന്താണ് ഈ ഔലവിയ്യത്ത് കൊണ്ടുള്ള തസ്കീഖ് എന്ന് പറഞ്ഞാൽ? ഇഖ്തിലാഫുൽ അഫ്റാദി ഫർദുകൾ വ്യത്യാസപ്പെടാം. എവിടെ? ഫിൽ ഔലവിയ്യത്തി ഔലവിയ്യത്തിന്റെ വിഷയത്തിൽ ഫർദുകൾ എന്ത് ചെയ്യാം? വ്യത്യാസപ്പെടാം. മനസ്സിലായ? ഇഖ്തിലാഫു ആ ഫർദുകൾ വ്യത്യാസപ്പെടാം. പിന്നെ അദമിഹ ഫർദുകൾ ഇല്ലാതിരിക്കുന്ന വിഷയത്തിൽ ഫർദുകൾ ഇഖ്തിലാഫാവുകയും ചെയ്യുക ഔലവിയ്യത്തിൽ. അതുപോലെ അദമുഹ ഫർദുകൾ ഇല്ലാതെ വരാം. കൽ ഉജൂദി ഉജൂദ് പോലെ. കാരണം ഉജൂദ് എന്ന് പറഞ്ഞാൽ എനിക്ക് വേറെ ഫർദുകളില്ല. അങ്ങനെയല്ല ഞാൻ പറഞ്ഞു ശരിയല്ല. ഓഹുവ ഇഖ്തിലാഫുൽ അഫ്റാദി ഫർദുകൾ വ്യത്യാസപ്പെടാം. ഔലവിയ്യത്ത് ഔലവിയ്യത്തിന്റെ വിഷയത്തിൽ വ്യത്യാസപ്പെടാം. ഔലവിയ്യത്തിന്റെ വിഷയത്തിൽ എന്താകുക? വ്യത്യാസപ്പെടാം. മനസ്സിലായില്ലേ? അദമിയ ഔലവിയ്യത്ത് അല്ലാത്ത വിഷയത്തിലും. അപ്പൊ ഔലവിയ്യത്തും ഉണ്ടാവും, പിന്നെ ആദമുൽ ഔലവിയ്യത്തും ഉണ്ടാവും. ഉദാഹരണം ഉജൂദ് പോലെ ഉജൂദ് ഉണ്ടാവും. ഇനി അത് വിശദീകരിക്കുന്നതാ ഫൈനവും. തീർച്ചയായിട്ടും ഈ ഉജൂദ് എന്ന് പറയുന്നത് അത് പിൽ വാജിബ് വാജിബ് തആലയിലേക്ക് നോക്കുകയാണെങ്കിൽ അതമ്മു വാസിബത്തു വാഖ്വ ആണ്. മിൻഹു ആ ഉജൂദിനെ പറയുന്നതിനേക്കാളും എവിടെ പറയാം? ഫീ മുംകിന് പറയുന്നതിനേക്കാളും. ഇനി അതേപോലെ തസ്കീഖ് ഏതെല്ലാം രൂപത്തിലുണ്ടാവാം? ബി തഖദ്ദുമി, അത് തഖദ്ദുമ് കൊണ്ടുണ്ടാവാം, തഅഖുർ കൊണ്ടുണ്ടാവാം. അതെങ്ങനെയാണ്? ഈ തഅഖുർ കൊണ്ടും ഈ പിന്നെ തഖദ്ദുമ് കൊണ്ടും ഉണ്ടാവല് അയ്യക്കുന്ന മയനാഹു അതിന്റെ കുല്ലിയായ മയനയാകുക. ഫീ ബഅദിയ ചില ഫർദുകളിൽ മുതഖദ്ദിമാവും, മുന്തിയതാവും. ചില ഫർദുകളിൽ അതിന്റെ കുല്ലിയായ മയന മുതഖദ്ദിമാവും. ഏതിനേക്കാളും? അലാ ഉസൂലിഹി ആ മയന ആസിലാകുന്നതിനേക്കാളും ഫിൽ ബഅദിൽ ആഖിരി ആഖറായ ബഅദിൽ. മനസ്സിലായ? ഏതുപോലെ? ഉജൂദ് പോലെ. കാരണം ഉജൂദ് എന്ന് പറഞ്ഞ എനിക്ക് ഒരു ഫർദാണ് വാജിബ്, ഒരു ഫർദാണ് മുംകിന്. ആദ്യം ഉണ്ടായത് വാജിബ് തആലയിലാണ്, പിന്നെ ഉണ്ടായതാണല്ലോ ഇത് മറ്റേത്. അതെ. ഐവൻ വീണ്ടും ഉജൂദ് പോലെ ഐവൻ. കാരണം അതിന്റെ ഉസൂലോ തീർച്ചയായിട്ടും ഈ ഉജൂദ് എന്നുള്ളത് ഹാസിലാവല് ഇതിൽ വാജിബ് തആലയിൽ അത് ഹാസിലാവല് കവല ഉസൂലി ബിൽ മുംകിനിൽ ഹാസിലാകുന്നതിന്റെ മുമ്പാണ്. എന്നാൽ ഈ തസ്കീഖ് എന്നുള്ളത് ഏതെല്ലാം രൂപത്തിലുണ്ടാവാം? ബി ശിദ്ദത്തി, അത് ശിദ്ദത്ത് കൊണ്ടുണ്ടാവാം. വൽളുഅഫി ളുഅഫ് കൊണ്ടുണ്ടാവാം. എങ്ങനെ ഈ ശിദ്ദത്ത് കൊണ്ടും ളുഅഫ് കൊണ്ടും ഉണ്ടാകുന്നത്? ഈ ശിദ്ദത്ത് കൊണ്ടും ളുഅഫ് കൊണ്ടും എങ്ങനെയാണ് തസ്കീഖ് ഉണ്ടാകുന്നത്? അത് അയ്യക്കൂന ഉസൂലു മയനാഹു അതിന്റെ മയന കരസ്ഥമാവലാകുക. എങ്ങനെ? ഫീ ബഅദിഹ ചില ഫർദുകളില് അശബ്ദ അത് അശബ്ദാകുക. മിൻ ഹുസൂലിഹി അത് കരസ്ഥമാകുന്നതിനേക്കാളും ഫിൽ ബഅദിൽ മറ്റേ ബഅദിൽ. ഉദാഹരണം പറയാം ഉജൂദ് പോലെ ഐദം വീണ്ടും. കാരണം വൈനഹു തീർച്ചയായിട്ടും ഈ ഉജൂദ് എന്ന് പറയുന്നത് ഫിൽ വാജിബ് തആലയിലേക്ക് നോക്കുകയാണെങ്കിൽ അത് അശദ്ദു മിനൽ മുംകിനിൽ ഉണ്ടാകുന്ന ഉജൂദിനേക്കാളും അത് അശദ്ദാണ്. കാരണം ലിഅന്ന ആസാറൽ വുജൂദി, മനസ്സിലായില്ലേ? കാരണം വുജൂദിനാൽ ഉണ്ടായിത്തീരുന്നതായ കാര്യങ്ങൾ, വുജൂദിലുണ്ടാകുന്നതായ പിന്നെ അടയാളങ്ങൾ, മനസ്സിലായില്ലേ? എവിടെ? ഈ വുജൂബിൽ വാജിബിന്റെ വുജൂബില് അത് അക്സറും അത് അധികരിച്ചതാണ്. ഏതുപോലെ? കമാ അന്ന അസറൽ ബയാദി, ഈ ബയാദ് എന്ന് പറഞ്ഞതിന്റെ ഏത് അസർ
വഹുവ അതേതാണ്? തഫ്രീഖുൽ ബസരി ഫി ബയാദി സൽജി. തഫ്രീഖുൽ ബസരി കണ്ണിനെന്ത് ചെയ്യാ? വിട്ടുപിരിക്കുക. എവിടെ? ഫി ബയാദി സൽജി, സൽജിന്റെ മഞ്ഞിന്റെ വെളുപ്പിൽ. കാരണം മഞ്ഞ് കട്ടക്കൊരു വെളുപ്പുണ്ടാവും. ആ വെളുപ്പ് എന്ത് ചെയ്യാൻ കഴിയൂല? കണ്ണോട് ശരിക്കും നോക്കാൻ കഴിയൂല. കാരണം അത് അക്സർ അത് ഏറ്റവും അധികരിച്ചതാണ് മിമ്മാ ബി ബയാദിൽ ആജി, ആനക്കൊമ്പിലുണ്ടാ ഉള്ള വെളുപ്പിനേക്കാൾ. കാരണം എന്താ? ആനക്കൊമ്പിലേക്ക് ശരിക്കും നോക്കാൻ കഴിയും. നേരെ മറിച്ച് കൊണ്ട് മഞ്ഞ് കട്ടയാവുമ്പോൾ അതിലേക്ക് ശരിക്കും നോക്കാൻ കഴിയില്ല. കണ്ണിനിക്ക് ചെറിയ തകരാറ് സംഭവിക്കും. എന്ന വൈന്നമാ സുമ്മിയ ഈ പിന്നെ കുല്ലിക്ക് പേര് വെക്കപ്പെട്ട മുഷക്കിക്ക് എന്ന് പേര് വെക്കാനുള്ള കാരണം എന്താണ്? ഈ അന്ന അഫറാദവും തീർച്ചയായിട്ടും ഇതിന്റെ ഫർദുകൾ മുഷ്തരിക്കത്തുന്നത് കൂറായതാണ്. ഫി അസുരി മാനാവും, അതിന്റെ മാനയിൽ അസുരി മാനയിലൊക്കെ കൂറുണ്ടല്ല. മുഖ്തലിഫത്തും ബി ആയതിൽ വുജൂഹി സലാത്ത്, നമ്മൾ പറഞ്ഞ 3 രൂപങ്ങളെ കൊണ്ട് വ്യത്യാസമുണ്ട്. അഷദ്ദിയത്ത്, അത്തമ്മിയത്ത്, അക്തരിയത്ത് നമ്മൾ പറഞ്ഞില്ല. അതാ നമ്മൾ പറഞ്ഞത്. ഫന്നാദിറു ഇലൈഹി, അപ്പൊ ഒരു കുഞ്ഞിയിലേക്ക് ചിന്തിക്കുന്ന ഒരാള് ഇന്നവറ ഒന്ന് നോക്കിയാല് ഇലാ ജിഹത്തിൽ ഇസ്തിറാഖിന്റെ ഭാഗത്തിലേക്കാണ് ഒന്ന് നോക്കുന്നതെങ്കിൽ ഹയ്യലഹു, അവനക്കത് മനസ്സിലാക്കി കൊടുക്കും. എന്താ മനസ്സിലാക്കി കൊടുക്കുക? ഓനതിനെ മനസ്സിലാക്കി എടുക്കും. എന്ത്? അന്നഹു മുത്തവാത്തിൻ, ആ കുല്ലില് ഏതാണ് മുത്തവാത്തിയ? മുത്തവാത്തിന്ന് മനസ്സിലാക്കി എടുക്കാനുള്ള കാരണം എന്താണ്? അത് തവാവുക്കി അഫ്രാദിഹി ഫീഹി, ആ മാനയില് അതിന്റെ ഫർദുകൾ യോജിക്കുന്ന കാര്യത്തിന് വേണ്ടിയിട്ട്. ഇനി വൈന്നവറ, ഇനി അവൻ നോക്കിയാൽ ഇലാ ജിഹത്തിൽ ഇഖ്തിലാഫിന്റെ ജിഹത്തിലേക്ക് നോക്കുകയാണെങ്കിൽ മനസ്സിലായില്ലേ? അപ്പൊ ഔഹമഹു, അപ്പൊ എന്ത് ചെയ്യും? ഓന് അതിനെന്ത് ചെയ്യും? തോന്നിപ്പിക്കും. ഓനെ മനസ്സിലാക്കിയെടുക്കും. എന്തെന്ന്? അതിന്റെ മുഷ്തരിക്കുന്നത് മുഷ്തരിക്കാണ്. അവ ഏതുപോലെ ആയി അതിന്റെ അപ്പൊ ആ കുല്ലിയായ ലഫ്ള് ആയതുപോലെയായി ലഫ്ളുൻ, ഒരു ലഫ്ള് പോലെയായി. അതീക്കുണ്ട് മാനി, പല മാനകളുണ്ട്. എങ്ങനെ? മുഖ്തലിഫത്തും വ്യത്യാസപ്പെട്ട മാനകളുണ്ട്. വ്യത്യാസപ്പെട്ട മാന എന്ന് പറഞ്ഞാല് ഐനി എന്നുള്ള ലഫ്ള് പോലെ. അതൊരു ഒരാൾ ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ, ഫീഹി ഒരു കുല്ലിയിലേക്ക് ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഐനിലേക്ക് ചിന്തിക്കുന്ന ഒരാള് യഥശക്കൊക്കെ സംശയിക്കും. അത് മുത്തവാത്തിയത് മുത്തവാത്തിയാണോ, അത് മുഷ്തരിക്കുന്നത് മുഷ്തരിക്കാണ്. ഫലിയാദ, ഈ കാരണം കൊണ്ട് തന്നെയാണ് സുമ്മിയ, ഈ കുല്ലിക്ക് എന്ത് പേര് വെക്കപ്പെട്ടത്? അതായത് ബിഹാദിൽ ഇസ്മി, ഈ പറയപ്പെട്ട ഇസ്മ കൊണ്ട് എന്ത് ചെയ്തത്? പേര് വെക്കപ്പെട്ടു. വല്ലാഹു അഅലമു ബിസ്സവാബി. ഊസിക്കും ബിദ്ദുആഇ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.